അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും വലിയ സ്കൂളിൽ വരുമ്പോ ഈ വേഷത്തിൽ വരരുത്. ആ കുര്യാക്കോസ് എന്ന കയ്യും കാലം വെച്ചിട്ട് അങ്ങനെ ആ കോട്ട് വന്നത്, അത് ഇങ്ങോട്ട് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ കുര്യാക്കോസിന്റെ കോട്ട് ഒന്നും വിടാൻ കുര്യാക്കോസിന്റെ കോട്ട് മഴക്കോട്ട് ഇട്ടുപോലെ എത്ര കിടക്കും. അത് ഞാൻ പറഞ്ഞത് ഈ സ്കൂളിന്റെ സ്റ്റാൻഡിലൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരണം. എന്റെ കാലിലോട്ടൊന്നും വേണ്ടി ഷെർലിയുടെ എന്റെ പിന്നീട് കേരള ജന്മമാക്കി കല്യാണം കല്യാണിക്ക് എത്ര വീട് വേണ്ടാണെന്ന് പറയാം. അവരുടെ കല്ല് കുത്തി കൊടുക്കാൻ പറ്റാൻ അതൊക്കെ ഞാൻ ഇവിടുത്തെ ടീച്ചർ കുഞ്ഞോട് ചോദിക്കും പേരെന്താന്ന് ചോദിക്കും. എന്ത് പറയും? ചിന്നു. അങ്ങനെ മതി, അത് ഒരു ഗർഭിണിയാ കുത്തും. അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ പറയുന്നത് ചോദിക്കും. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്നാണ്. ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ? ആ എന്നെ പറഞ്ഞാൽ നന്നായി. മോനെ എന്നാ കർണാടകത്തിൽ നിന്ന് വിളിച്ചോ, ഞാൻ വിളിക്കട്ടെ പോലെ. ആ ഓക്കെ, എന്നാ ശരി. ഹലോ പ്രിൻസിപ്പൽ സാറേ. പ്രിൻസിപ്പൽ സാർ എന്നാ? ഹലോ പ്രിൻസിപ്പൽ സാറാണോ? അല്ല, പിന്നെ പ്രിൻസിപ്പൾ സാറാ? ഞാൻ ഡ്രൈവറാ. ഏതാ? സ്കൂളിന്റെ ഡ്രൈവറാ. സ്കൂളിന്റെ ഡ്രൈവറാ? എന്റെ താക്കോൽ പോയി തപ്പുവാ. ഇതാണോ? അയ്യോ ബസ്സിന് താക്കോല. ഞങ്ങള് കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്നാ. സ്കൂളില് ഞാൻ 20 വർഷമായി. 20 വർഷമായിട്ട് സ്കൂളിലുണ്ട്. ഇവിടുണ്ട്. അങ്ങനെയാണോ? ഇതിനും കൊച്ചുങ്ങൾക്ക് പേടിയുടെ കാര്യങ്ങളോ സ്കൂളിലേക്ക് പോകുമ്പോ ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല. നിസ്സാര കേസല്ലേ. പിന്നെ ഇത് വണ്ടി ഇടിച്ച് തവിട് പൊടിയായിപ്പോയി. ഒരു സ്കൂൾ ബസ്സിൽ തല്ലിയായി തൽപ്പനായി പോയെങ്കിൽ എതിരെ വന്ന പാർട്ടിക്ക് എന്നാ പറ്റിയിട്ടുണ്ടാവും? എതിരെ വന്ന പാർട്ടിക്ക് നെറ്റി ഒന്നും സംഭവിച്ചില്ല. കുറച്ച് തൊലി പോയി. അപ്പൊ അതെന്താ എന്നതിന്റെ അടിച്ചത്? മഹാഗണി സൈഡിൽ നിന്ന് മഹാഗണി വലിയ മഴവിൽ അതിനൊക്കെ കഴിച്ചു. അതിന്റെ അടുത്ത് അതിനനുസരിച്ച് അത് ശരി. അപ്പൊ അത് ഏതോ കാര്യങ്ങളോ? ഓ മഹാഗണിയാണ് ഞാൻ എന്നെ കേസ് പറയാൻ. ഒരു കേസ് മഹാഗണിയായിരുന്നു. കേസ് പറഞ്ഞാൽ കേസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നു. ഞാൻ പറയാം. അച്ഛനാ അച്ഛനാ എവിടെ പോയാലും തന്നെ ഒരിടത്തൊക്കെ ആർക്കും പറ്റുന്നത് നിങ്ങൾക്ക് നടത്താൻ പറ്റിയത് ഇതിനാണ്. കൊച്ചിനെ ചേർക്കാനായിട്ടാണ്, മോളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സാറാണ് ഞാനാണ് ഈ സ്കൂളിന്റെ MD. ഞാൻ ഒന്നാനുള്ള ഈ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ സ്കൂൾ മുതലാളി. മുതലാളി എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ വായിച്ചില്ലേ? മെമ്മോറിയലോ? അയ്യോ ഈ മെമ്മോറിയലൊക്കെ കൊണ്ട് മരിച്ചതിന് ശേഷമല്ലേ ഈ മെമ്മോറിയലൊക്കെ വെക്കണം. ഞങ്ങളൊക്കെ നാട്ടിൽ ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ അറിയാമോ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾ ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അത് മരിച്ചതിന് ശേഷം വെക്കാൻ. അല്ല മത്സരം അറിയാൻ പറ്റില്ല. നമ്മുടെ സ്കൂളിൽ നമ്മളെ പേര് സ്കൂളുണ്ടോ ഇല്ലേ? മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി? കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല ഭാഷയാണല്ലോ. ഈ സ്കൂളിന് മസ്റ്റ് ആണ് ലാംഗ്വേജ്. ഓക്കെ. പിന്നെ ഈ സ്കൂളിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ, മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയാം, സംസാരിക്കണം. അപ്പൊ കണക്കാണല്ലോ. 1-2 പറഞ്ഞിരുന്നാൽ മതി കുട്ടികൾക്ക്. പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ്, ബുക്ക്, യൂണിഫോം, പിന്നെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എല്ലാം ഈ സ്കൂളിൽ തന്നെ.
എല്ലാം ഉണ്ട്. അപ്പൊ പഠിക്കാനുമായിട്ട് അവിടെ പോകണം. ഏതെങ്കിലും വിവരമുള്ള ടീച്ചറെ ട്യൂഷൻ വിട്ടാൽ വിവരമുള്ള ടീച്ചർമാരെ ട്യൂഷൻ വിട്ടാൽ മതി. അതാണ് കൊടുത്താൽ ജോലി. ടീച്ചറെ ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച് കളർ മാറി ഈ വർഷം വരെ. വേറെ അയ്യോ അത് അങ്ങനെ വർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെ പാവപ്പെട്ടവർക്ക് മാറ്റി എടുക്കാൻ പറ്റുമോ? അല്ല എന്റെ അടി പറഞ്ഞു അടിയന്റെ കടയിൽ യൂണിഫോം ഇല്ല. അതുകൊണ്ട് അടിയന്റെ കടയിൽ പറ്റും അടിയെ പറഞ്ഞാൽ അറിയാട്ടോ കണക്കം കൂടില്ല. അനിയന്റെ കടയിലാണ് ഇവിടെ ഇതിനെ യൂണിഫോം ഈ വർഷം ഇല്ലാന്ന്. അപ്പൊ ഇത് മോഡൽ ആണ്. മോഡൽ ഇതല്ല, ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത്. അതെ സ്പെഷ്യൽ ഷർട്ടും അതൊക്കെ അപ്പൊ ഷർട്ടും സ്കേർട്ടും ഓക്കെ പാവാട ഫ്രോക്ക് അല്ല ഫ്രോക്ക് അല്ല പാവാടയാണെങ്കിൽ വരുന്നത് ഇംഗ്ലീഷ് പോയോ? സ്കേർട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മസ്റ്റ് ആയിട്ടും ടൈ കെട്ടണം. അത് കേട്ടു. ആ കാര്യം കുഞ്ഞെന്നാണ് പോലെ ആ കാര്യം ഞാൻ വിടാതെ പഠിപ്പിക്കാൻ. എന്ത് കേസ് എന്ത് തെറ്റി ഞാൻ മുമ്പിൽ കൈകെട്ടി ഒന്നിക്കോളും. കൈകെട്ടാൻ അങ്ങനെ മാത്രമല്ല അത് പേരൊക്കെ നടക്കുമ്പോ ഞാൻ കുറേ കൈകെട്ടിട്ടില്ല. അതിന്റെ ഒരു അത് ഭയങ്കര പേടിയാണ് അതല്ല ഇയാളെ വീട്ടിൽ കെട്ടിട്ടുണ്ട്. കൈ കെട്ടാനല്ല പറഞ്ഞ ടൈ കെട്ടാൻ. ഈ ടൈ കെട്ടാൻ അറിയാമോ? ടൈ കെട്ടാൻ അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം. അവര് ചില ആപത്തുകൾ അതൊക്കെ ഉപകാരപ്പെടും. ജലദോഷം വരുമ്പോ ടൗണിൽ ഇതിൽ അതൊന്ന് നീക്കുവാണ്. അടുത്ത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടിയെ എന്താക്കാനാണ് അപേക്ഷിക്കുന്നത്? അത് വേറെ ചിന്തയൊന്നുമില്ല. ശരിക്കും പറയാം എഞ്ചിനീയറാണ്. എഞ്ചിനീയർ മിനി ഇവിടെ വന്ന് തർക്കം ഉണ്ടാവുന്നത് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഓരോ കെട്ടം മണിക്ക് വേണ്ടി ഞാൻ തേക്കണ ചെയ്ത് ഓരോ എഞ്ചിനിമാർ വന്ന് അപ്പുറം എന്റെ മൊത്തം എഞ്ചിനീയറായിട്ട് എന്റെ അപ്പുറം ഒന്ന് മാനായിട്ട് തേക്കുമ്പോ ഞാനിരുന്നേ അതെ ഒരു പരിപാടി ഏത് മരുന്ന് ആയിരം രൂപ അതിന്റെ അപ്പുറം ഡോക്ടറാക്കുന്നത്. നിങ്ങൾ വല്ല കെട്ടിടത്തിന് മേടിച്ച് വീഴാതെ ആര് ചികിത്സിക്കും? അതിനായിട്ട് എന്റെ കൊച്ചിന്റെ ഡോക്ടറാണ്. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ലെ എഞ്ചിനീയർ പോലീസ് ആക്കണം. എന്നാൽ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തിയില്ല. എനിക്ക് പേഴ്സണൽ മാറ്റർ പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരന്റ്സിനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് അതിന് പറ്റില്ല. സർ വേണ്ട സർ, ഇവര് വേണ്ട സർ. അപ്പൊ പറഞ്ഞു മനസ്സിലായി. അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെ. അല്ല എന്റെ ദിവസം ഏഴാം ക്ലാസ് പഠിച്ചല്ലേ? ഞാനല്ല അച്ഛൻ. അയ്യോ വിദ്യാഭ്യാസം വേണം. ഇല്ലാതെ കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എന്നാ ഞാൻ കാര്യം പറട്ടെ, എന്നെ ആ ഒരു അഡ്മിഷൻ ഒന്നുകൂടെ പഠിപ്പിക്കാവോ? എന്റെ 10ാം ക്ലാസ് ആയതിനു ശേഷം പുത്രം കുട്ടി അപ്പത്തിന് നോക്കുമല്ലോ. അപ്പൊ രണ്ട് അഡ്മിഷൻ ആയാലും നമുക്ക് പാരന്റ്സിന്റെ എഡ്യൂക്കേഷനിൽ നോക്കണം. എന്നാലേ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതെ വിദ്യാഭ്യാസം വേണം, അല്ലാതെ നടക്കൂല. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മോളെ മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയാം. ദേവസ്വ സ്കൂളാണ്, ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടോ. ഓക്കെ താങ്ക് യു. വോവൽസിനെ കുറിച്ചൊക്കെ അറിയോ? പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുനാൾ പറയൂ. വവ്വാല്, പാക്കാൻ, ഞണ്ട്, ഓമ്പ്, അരണ, ഉറുമ്പ്, അതുപോലെ എല്ലാ സാധനവും കുഞ്ഞുനാളെ പോലെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചു. മാത്രമല്ല ഈ കൊച്ചു ഭയങ്കര പേടിയായിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചിട്ടാണ് ആ വോവൽസ് അല്ല. മോൾക്ക് അറിയോ വോവൽസിനെ കുറിച്ച്? അറിയാം. അയ്യോ എന്റെ അമ്മി അതല്ല, അയ്യോ AEIOU അതാണ് വോവൽസ്. അതാണ് വെരി ഗുഡ്. അല്ലാതെ വാഴ കുടിക്കുന്നത് തേൻ കുടിക്കുന്നത് പൂണ്ടല്ല. അതല്ല അതല്ല AEIOU വോവൽസ് കണ്ടെത്തിയിറങ്ങി അതുമല്ലേ? അല്ല സർ, അതല്ല കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. അല്ല പൈസ ആ ബസ് തന്നെ ഓടിയാലും മറ്റേ ബസ് മാറുന്ന കാര്യം ബസ് മാറ്റാൻ കണ്ണ നമ്മളെ ഡ്രൈവറെ ബസ് മാറ്റില്ല മേഡം പറയരുത്.
കാരണം അങ്ങനെ പൈസ ഇല്ല, ബസ് മാറ്റില്ല. അതല്ല ഞാൻ സിലബസ് ഓക്കെ എന്തായാലും ഓക്കെ. കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ വല്ലതും ഉണ്ടോ? കഴിവുണ്ടോന്നോ? ആ. ഭയങ്കര കഴിവില്ല. ലോകത്ത് വേറെ ആർക്കില്ലാത്ത കഴിവാ. ഇവിടെ ഇവക്കല്ലാതെ വേറെ കുഞ്ഞു വായിക്കാൻ പറ്റില്ല. എന്നാ കഴിവറിയോ? കുട്ടി നോക്കിയാണ് സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും മറ്റാരും അത് മാത്രമല്ല മിസ്സേ, ഒരു 5 പൊറോട്ടയും 2 ബീഫ് ഫ്രൈ കൊടുത്ത് നോക്ക്, 3 മിനിറ്റ് തികച്ചെടുക്കത്തില്ല. അത് ഇവിടെ തീർത്ത് റോബോട്ടിയും സി ക്ലാസ് തന്നെ നടക്കാൻ പാടില്ല. കാരണം പഞ്ചായത്തിലെ എല്ലാ തീട്ടപത്രത്തിലും ഉള്ള ബസ് പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളിലെ വണ്ണാനുള്ള അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻകൊള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോ ഒന്ന് ശ്രദ്ധിക്കുന്ന പറയുന്നില്ല. അത് ആ നാടാ പറയുന്നത്. അത് ഞാൻ പുറത്തുനിന്ന് പഠിച്ചത്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് എടുക്കും. ഓ, അമേരിക്കയിൽ നിന്ന് പഠിച്ച ആളാ? അതല്ല, സ്കൂളിൽ നിന്ന് പുറത്തുനിന്ന്, ക്ലാസ്സിൽ പുറത്തുനിന്ന് ചില വാക്കുകൾ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. ഓക്കെ മാം, താങ്ക് യു. ആ സാധനം ഞങ്ങൾ എടുക്കാമോ? എന്ത്? ഇപ്പൊ പറഞ്ഞേ വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുന്നു നമ്മളെ ചെറിയ സാധനം എല്ലാവർക്കും പറ്റില്ല പറയാം. എന്ത് വെയിറ്റിംഗ് മറ്റേ എടുക്കുന്നു പറഞ്ഞേ വെയിറ്റ് ലിസ്റ്റ് അല്ല, ഇനി കൊണ്ട് ഇട്ടെടുക്കാം നമുക്ക്. വേണ്ട, ഞാനും ഒരെണ്ണം എടുക്കാം. ചെറുപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ ബുക്ക് എടുക്കുമ്പോൾ നടു കൊടുക്കാതെ നോക്കാം. ഫോം അവിടെ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് പറയാമോ? അവരെ പുറത്താക്കി. സോറി, അവരെ പുറത്താക്കിയത് വിവരമില്ലാത്തവരെ പുറത്താക്കണം. എന്നെ അങ്ങനെ സ്കൂളിൽ പുറത്തേക്ക് ഹലോ, വേറെ ഓക്കെ വെൽക്കം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അഡ്മിഷൻ ഒന്നാണ്. സാറേ ഓക്കെ, ഞാൻ MLA കത്തുമായിട്ട് വന്ന പുറത്തൊരു ബോക്സ് ഉണ്ട്, അവിടെ ഇടൂ. പോകോ, വെളിയിൽ ബോക്സ് പോസ്റ്റ്മാനായിരുന്നോ? പോകോ പുറത്തു. അതല്ല, ഈ MLA കത്ത് കൊടുത്തില്ലേ? ആ പോസ്റ്റ്മാൻ. പക്ഷേ അതല്ല, എറണാകുളം MLA ശിവാസ് എന്ന് പറയുന്നത് സർ, റെക്കമെൻഡേഷൻ. അതല്ല, മൈ മിസ്റ്റേക്ക്. ഓക്കെ 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 പ്ലീസ്. എനിക്ക് ചെലവാക്കി. ഓക്കെ ഓക്കെ. പറ, എന്താണ്, എന്താ, എവിടെ നിന്ന് വരുന്നു? ഞാൻ ശരിക്കും സ്റ്റേറ്റ്സിനാണ്. ഓ ഓക്കെ. സാർ, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് കുഞ്ഞിന് LPGയുടെ അഡ്മിഷൻ ആണ്. LPGയുടെ അഡ്മിഷൻ ആണ്. ഗ്യാസിന്റെ കണക്ഷനാ കൊടുക്കാനുണ്ടോ? അല്ലല്ല, ഗ്യാസല്ല, ഗ്യാസല്ല. അതെന്താ അങ്ങനെ? LPG ഇല്ലേ? LPG, ആ ഗ്യാസ്, അതല്ലേ ഗ്യാസ്. LPG, ULPG ഇല്ലേ? സാറ് LKG ആണ് ഉദ്ദേശിക്കുന്നത്. ഓ സോറി, മൈ മിസ്റ്റേക്ക്. പുറത്തിനാണ് വിളിച്ചത്. ഞാൻ പുറത്തെന്താണ് വിളിച്ചത് സാർ? ഞാൻ പുറത്തുനിന്നാണ് വിളിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെയാണ് വേണ്ടത്? ഞങ്ങൾ കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്കത് നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പൈസയുടെ കാര്യം നമുക്ക് നോക്കേണ്ട. കെട്ട് കണക്കിന് പൈസ. പക്ഷെ ഞങ്ങൾക്ക് വിഷയമുണ്ട്, പൈസ വേണം. പൈസ വേണം. ഒപ്പം പൈസ വേണം. ഒരുപാട് പൈസ ഉണ്ട്. പൈസയുടെ ഒരു വിഷയമില്ല. ഓക്കെ ഓക്കെ അതിനുവേണ്ടി എത്ര പൈസ വേണം മുടക്കട്ടെ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. നമുക്ക് അത്യാവശ്യം കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ കാണേണ്ട കാര്യമൊന്നുമില്ല, അത് കൊടുക്കാം. അല്ല സർ, കുട്ടിയെ കാണാണ്ട് ശരിയാവില്ല സർ. കുട്ടിയെ കാണണം. കുട്ടിക്കാരുടെ MLA വിളിച്ചു പറഞ്ഞാണല്ലോ. എന്നെ വിളിച്ചു പറഞ്ഞാൽ എമ്മലെ കിടന്നുണ്ടോ കുട്ടി? MLA കാണിക്കില്ല, കാണിച്ചോ. കുട്ടി നാട്ടിൽ ഫേമസ് ആണ്. ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾക്ക് എന്തോ കുട്ടി അറിയാമോ? എനിക്ക് എത്ര പറ്റിയുടെ വൈഫിനറിയാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെന്താ ഒന്നാലും പറ്റില്ല സർ. ഉണ്ടല്ലോ. സർ, കുട്ടി വിളിച്ചു, കുട്ടി വിളിച്ചു. നമ്മൾ എല്ലാരെയും ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് കുട്ടി വിളിക്കണേ. കുട്ടിയെ വിളിക്കണം. സ്റ്റെഫി. കുട്ടി ആ സ്റ്റെഫി. സ്റ്റെഫി. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ. വിളിക്കൂ, സ്റ്റെഫി വിളിക്കൂ. കുട്ടി വിളിക്കൂ. മോളെ, ഇതാണ് നിന്റെ സ്കൂള്. ഇവിടാണ് നീ പഠിക്കാൻ പോകുന്നത്. ഇതാണ് മാഡം. അതാണ് മാഡം. ഇത് ഇവിടുത്തെ ആരാണ്?
അഡ്മിനിസ്ട്രേറ്റർ തനിക്ക് വട്ടാണോ വയറ്റിനോ കുട്ടിയെ കൊണ്ട് ഗർഭിണിയെ കൊണ്ട് ഇവിടെ വരാൻ തനിക്ക് വട്ടാണോ വയറ്റിനുള്ളിൽ കുട്ടിയായിട്ട് വന്നാൽ എന്താണ് കുഴപ്പം പിന്നെ എടോ 5 വർഷമായി എന്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സായി അന്ന് ഞാൻ ഇന്ന് വരെ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഈ കുഞ്ഞിന് ഇപ്പോഴെങ്കിലും ഞാൻ അഡ്മിഷൻ വന്നില്ലെങ്കിൽ ഇത് ജനിക്കുമ്പോഴേക്കും കഴിക്കുന്നില്ല ആദ്യം ഇതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും എന്തായാലും അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ